ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോളാർ ഗോൾഡ് ഫീൽഡ്സ് ആണ്, KGF. ഓടെ എപ്പോഴും ചെറുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാതും കന്നഡയിൽ എഴുതി വെച്ചുകൊണ്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇന്നൊരു ബൈക്ക് ട്രിപ്പിനായിട്ട് പുറപ്പെടുകയാണ് കേട്ടോ. നമ്മൾ ഇത്രയും കാലം നടത്തിയതിൽ വെച്ചിട്ട് ഏറ്റവും ലോങ് ആയിട്ടുള്ളൊരു ബൈക്ക് ട്രിപ്പാണിത്. കാരണം 17 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കണ്ട. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോളാറാണ്. വീട്ടിൽ നിന്നും 276.8 കിലോമീറ്റർ ആണുള്ളത്. ഏകദേശം 6 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ചിറ്റൂർ എന്നുള്ള സ്ഥലത്ത് കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ പോകാൻ കേട്ടോ. ബാംഗ്ലൂർ റോഡിൽ എന്താണെന്ന് തോന്നുന്നു. ഭയങ്കര തണുപ്പാണ് ഇവിടെ. സന്ധ്യ കഴിഞ്ഞോടുകൂടി തന്നെ നല്ല തണുപ്പും കോടമഞ്ഞും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴേക്കും കോളാർ എന്നുള്ള സ്ഥലത്തെത്തിട്ടോ. സമയം ഇപ്പോൾ 8:30 ആയിട്ടോ. നമ്മൾ കോളാർ എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ നിൽക്കുകയാണ്. മിൽക്ക് ആൻഡ് സിൽക്ക് സിറ്റി എന്നാണ് കോളാറിന് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ബോർഡിൽ കണ്ടു. നല്ല തണുപ്പാണ്. കർണാടകയിലെ കോളാർ എന്ന സ്ഥലം പ്രശസ്തമായത് KGF അഥവാ കോളാർ ഗോൾഡ് ഫീൽഡ്സ് നിമിത്തമാണെന്ന് പറയാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്വർണ്ണഖനികളിൽ ഒന്നാണിത്. ഇന്നിത് ഇവിടെ വർക്കിംഗ് ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോളാർ ഗോൾഡ് ഫീൽഡ്സ് ആണ്, KGF. അതെനിക്ക് പുതിയൊരു അറിവാണ്. ബാഗൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ താഴേക്ക് പോവാണ്. ഇവിടുത്തെ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് താഴേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ സൂപ്പും പനീർ ടിക്കയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി നാളത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ രാവിലെ 5:45 ആയപ്പോഴേക്കും നമ്മളതിൽ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞ കാഴ്ച കണ്ട് കിളി പോയത്. മൊത്തം കോടമഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. കോളറിൽ രാവിലത്തെ മഞ്ഞാണ് കേട്ടോ. 5:45 ആയിട്ടുള്ള സമയം. ഈ ഒരു കണ്ടീഷൻ മാറിയിട്ട് യാത്ര തുടരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും സമയമില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വെച്ച് ബൈക്കിൽ വെച്ചിട്ടോ. കാരണം പുറത്തിരുന്ന് വണ്ടി മൊത്തത്തോടെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇരുട്ടത്ത് കോടമഞ്ഞിനിടയിൽ കൂടെ തപ്പിപ്പിടിച്ച് നമ്മൾ കോളാറിലുള്ള ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പം നമ്മൾ ആദ്യം തന്നെ എത്തിയിട്ടുള്ളത് കർണാടകയിലെ അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ടുള്ള രാമലിംഗേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ. നേരം പരപരാന്ന് വെളുക്കുന്നുള്ളൂ. നല്ല കോടമഞ്ഞിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലാതെ അമ്പലവും നമ്മളും കോടമഞ്ഞും ഒക്കെ ആയിക്കൊണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളാർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടത്. പല്ലവൻ രാജവംശ കാലഘട്ടത്തിലെ 9-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്രം പണിതിട്ടുള്ളത്. പിന്നീട് ചോളരുടെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും സ്വാധീനവും ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ക്ഷേത്രത്തെ പഞ്ചലിംഗ ക്ഷേത്രം എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ 5 പ്രധാനപ്പെട്ട ശിവലിംഗങ്ങളുണ്ട്. അവയാണ് രാമലിംഗേശ്വര, ഭരതലിംഗേശ്വര, ലക്ഷ്മണലിംഗേശ്വര, കുശലിംഗേശ്വര, ശത്രുഘ്ന ലിംഗേശ്വര എന്നത്. രാമായണത്തിലെ ശ്രീരാമനും സഹോദരന്മാരും ഇവിടെ എത്തി യജ്ഞം നടത്തിയെന്നും അതിനാൽ ഈ പേരുകൾ ലഭിച്ചെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. നല്ല തണുപ്പാണ്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ അധികം ആരുമില്ല. രാവിലെ സമയമായതുകൊണ്ട് അമ്പലത്തിൻ്റെ മേലെയായിട്ട് ഇതേപോലെ ഇങ്ങനെ മല കാണും.
ദ്രവീഡിയൻ സ്റ്റൈലിലാണ് ക്ഷേത്രത്തിന് വാസ്തുവിദ്യാ ശൈലിയുള്ളത്. കൊത്തുപണികളും കല്ലിൽ കൊത്തിയിട്ടുള്ള സ്തംഭങ്ങളും അത്ഭുതകരമായ ഗോപുരവും ശിലാലിഖിതങ്ങളും തുടങ്ങി എല്ലാം തന്നെ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ക്ഷേത്രത്തിനുള്ളിൽ സൂര്യപ്രകാശം നേരിട്ട് ശിവലിംഗത്തെ തൊടുന്ന തരത്തിലുള്ള ആകൃതിയിലാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. കുതിര ആന വന്നു, ആന കൊമ്പ് കൊടുക്കണത് അത് വാലിൻ്റെ ഈ വാലിലേക്ക് വന്നു. അന്നത്തെ കാലത്തെ കല്ലിലുള്ള ഈ കൊത്തുപണികളൊക്കെ കണ്ട് നമ്മൾ അന്തം വിട്ടെന്ന് പറയട്ടോ. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ക്ഷേത്രത്തിലെ രഥം ഉണ്ടോന്ന് അവിടെ നിർത്തിയിട്ടുണ്ട്, ഒരു കെട്ടിടമൊക്കെ പണിത്. അതിൻ്റെ ഉള്ളിൽ വലിയ രഥമാണ്. കുളമല്ലേ? മുകളിൽ കാണുന്നതാണ് എന്താ പറഞ്ഞ വാൽമീകി താമസിച്ച സ്ഥലം. ഈ മലമുകളിലായിരുന്നു വാൽമീകിയുടെ ആശ്രമം. അവിടെയാണ് ലവകുശന്മാർ ജനിച്ചത്. നമുക്ക് സമയമില്ലാത്തതിന് ഇവിടെ നിന്ന് കണ്ട് തിരിച്ചു പോവുകയാണ്. മലമുകളിലേക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് 2 മണിക്കൂർ കയറാനുണ്ടാവും. അതുകൊണ്ടാണ് പോവാത്തത്. നമ്മളങ്ങനെ രാമലിംഗേശ്വര അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകട്ടെ. വന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് കോട മൂടിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇനി വേണം എല്ലാതൊന്നും കാണാനായിട്ട്. സമയം 7:50 കേട്ടോ. വരുന്ന വഴിക്കൊക്കെ കോട ഭയങ്കരമായിരുന്നു, ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ഫോൺ നിൽക്കാൻ നേരം ഞാൻ പോക്കറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കോളാറിലെ ഏറ്റവും പഴയതും പ്രശസ്തവും ഭയങ്കര മനോഹരമായിട്ടുള്ള 1300 വർഷം പഴക്കമുള്ള കോളാരമ്മ ക്ഷേത്രത്തിലേക്കാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ കോളാർ എന്ന പേരിൻ്റെ ഉറവിടം പോലും ഈ കോളാരമ്മയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് കോളാരമ്മയാണ്. ദുർഗയുടെ ഒരു രൂപമായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. വിഗ്രഹത്തിൻ്റെ മുഖം സ്വർണ്ണത്തിൽ നിർമ്മിച്ചതും അത്യന്തം ഭംഗിയുള്ളതുമാണ്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഭാഗം ചാമുണ്ടേശ്വരി വിഗ്രഹമാണ്. ഇത് ഭയാനകമായ രൂപത്തിലുള്ളതാണ്. ഭക്തർക്ക് സംരക്ഷണം നൽകുന്ന ദേവിയുടെ 2 രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം 11-12 നൂറ്റാണ്ടിൽ ചാലൂക്യ വംശക്കാർ സ്ഥാപിച്ചു എന്നാണ് കേട്ടോ ചരിത്ര രേഖകളിലൊക്കെ പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം അതിൻ്റെ ശില്പകലയും മുറ്റളവും ഗോപുരം തുടങ്ങിയവയാണ്. ഭദ്രകാളി ദേവിയുടെ രൂപം ഇവിടെയുള്ളവരെ ഗുരുതരമായ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പണ്ട് സ്വർണ്ണഖനിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു സ്വർണ്ണത്തെ മൊത്തം സംരക്ഷിക്കുന്നത് ഈ ദേവിയാണെന്നാണ് പറയുന്നത്. എല്ലാവരും കയ്യിൽ ആമ്പൽപ്പൂ ഉണ്ട്. ഇവിടുത്തെ എന്തോ പൂജയ്ക്കാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. കോട എപ്പോഴും ചെറുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാതും കന്നഡയിൽ എഴുതി വെച്ചുകൊണ്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. സോമേശ്വര ടെമ്പിളിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകട്ടോ. സൈഡിൽ ഇങ്ങനെ കുളമൊക്കെ കാണാം. അമ്പലം അടുത്തെത്താറായും തോന്നുന്നു. അമ്പലം എത്തിയിട്ട് നല്ല ഭംഗിയുള്ള ഗോപുരമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കോളാറിലെ സോമേശ്വര ക്ഷേത്രത്തിലാണ് കേട്ടോ.
പുരാതന കാലഘട്ടത്തിൽ ചാലൂക്യ വംശക്കാർ സ്ഥാപിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ. കോളാർ പ്രദേശത്തെ പുരാതന സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ചയും സ്ഥലത്തെ സാംസ്കാരിക പാരമ്പര്യവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിശാലമായ ഗോപുരവും അങ്കണങ്ങളും ശില്പങ്ങളും മണ്ഡപങ്ങളൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. പുരാതന കാലഘട്ടത്തിൽ ഇവിടെയുള്ള രാജാക്കന്മാരും നാട്ടുകാരും നിത്യപൂജകൾ നടത്തിയിട്ട് പ്രദേശത്തെ ജനജീവിതത്തെ സമാധാനപരവും സമൃദ്ധിയുമായ രീതിയിൽ നയിച്ചിരുന്നു എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ കോളാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട ശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ സമയമായിട്ട് പോലും ഇവിടുത്തെ മഞ്ഞിനൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ദോശയും ചട്നിയും കോഫിയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ദോശ വന്നപ്പോൾ അതൊരു ഒണിയൻ ദോശയായിട്ടാണ് വന്നത്. ഇതിൽ സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ ഇവിടുന്ന് ലഗേജൊക്കെ എടുത്ത് റൂം വെക്കേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. ഓക്കെ, ബൈ.